ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. മഗർദ്വാറിലേക്ക് മാർച്ച് നടത്തിയ ഭരണ പ്രതിപക്ഷ എംപിമാർ പരസ്പരം പോർ വിളിച്ച് ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 2 ബിജെപി എംപിമാർക്ക് പരിക്കേറ്റു. പ്രതിഷേധത്തിനിടെ ബിജെപി നേതാക്കൾ കയ്യേറ്റം ചെയ്തെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. അമിത്ഷായ്ക്കെതിരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ അവകാശ ലംഘന നോട്ടീസ് നൽകി. വിവാദ പ്രസംഗം പങ്കുവച്ച കോൺഗ്രസ് എംപിമാർക്ക് എക്സ് നോട്ടീസ് നൽകി. ദൃശ്യങ്ങളിലേക്ക്. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പമുണ്ട്. നോബിൾ മാരിക്കാരൻ, ഇപ്പോൾ 2 സഭകളും ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. സഭ വീണ്ടും ചേരുമ്പോഴും പ്രതിഷേധത്തിനല്ലേ സാധ്യത? സുജയ, ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം സഭാ സമ്മേളനം വീണ്ടും ആരംഭിക്കും. പക്ഷെ അപ്പോഴും ഇന്നിപ്പോൾ രാവിലെ അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് പാർലമെന്റ് കവാടത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. 2 ബിജെപി എംപിമാർക്കാണ് ഇതിൽ പരിക്കേറ്റത്. അതേസമയം കോൺഗ്രസിന്റെ അധ്യക്ഷനും രാജ്യസഭ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിനും പരിക്കേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതി അദ്ദേഹം ലോക്സഭാ സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട്. ഈ വിഷയം പരിശോധിച്ച് ഇതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം, ഒരു ആഭ്യന്തര അന്വേഷണം ഇതിൽ ലോക്സഭ നടത്തണമെന്നാണ് ഇതിൽ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ നിയമപരമായി നേരിടാൻ ബിജെപിയും ഒരുങ്ങുന്നു. ബിജെപിയുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് എൻഡിഎയുടെ ഭാഗത്തുനിന്ന് ബിജെപിയുടെ എം പി ബാൻസുരി സ്വരാജും TDPയുടെ ഒരു എംപിയും ചേർന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ കേസ് നൽകിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഈ കേസ് നൽകിയിരിക്കുന്നത്. അതായത് ബിജെപി അംഗങ്ങളെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ആക്രമിച്ചു എന്നാണ്, ആക്രമിച്ചപ്പോൾ അവർക്ക് പരിക്കേറ്റു എന്നാണ് ഇതിൽ പരാതിയിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും ബിജെപി ആവശ്യപ്പെടുന്നു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കുന്നത് ഈ വിഷയം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ്. ഏതാണെങ്കിലും പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നാളെ അവസാനിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ 2 മണിക്ക് ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക്, അസാധാരണ സംഭവങ്ങളാണ് ഇന്നിപ്പോൾ ഉണ്ടായത്, ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ സഭാ നടപടികൾ ഇന്ന് വെട്ടിച്ചുരുക്കി ഇന്ന് അവസാനിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്താണെങ്കിലും പാർലമെന്റ് 2 മണിക്ക് വീണ്ടും ശക്തമായി തന്നെ പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വശത്ത് കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി അംഗങ്ങൾ പോലീസിൽ പരാതി നൽകുന്നു. അതോടൊപ്പം തന്നെ മറുവശത്താകട്ടെ കോൺഗ്രസ് ആകട്ടെ മല്ലികാർജ്ജുൻ ഖാർഗെ സ്പീക്കർക്ക് ഈ വിഷയത്തിൽ പരാതി നൽകുന്നു, തങ്ങളെ ബിജെപി അംഗങ്ങൾ ആക്രമിച്ചു എന്നതാണെങ്കിലും അസാധാരണ, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അസാധാരണ സംഭവങ്ങളാണ് ഉണ്ടായത്. ഈ അംബേദ്കർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ പരാമർശങ്ങൾക്ക് എതിരെയായിരുന്നു ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം ഉണ്ടായത്. അതേസമയം ബിജെപി ആകട്ടെ അംബേദ്കറെ കോൺഗ്രസ് അവമാനിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം അണപൊട്ടി. അത്തരത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് പാർലമെന്റിൽ കാണാൻ കഴിഞ്ഞത്. സുജയ. ഓക്കെ, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.